നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് ദുബായിലാണ്. ദുബായിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുബായിലെ ഒരു നിയമങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. PRO സർവീസസ് ഒട്ടനവധി കമ്പനികളിലും വിസ സംബന്ധമായ ഐഡൻറ്റി കാർഡുമായി ബന്ധപ്പെട്ട, ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു മേഖലയാണ് ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ. ഇന്ന് അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സ്ഥാപനങ്ങളെ നേതൃത്വം കൊടുക്കുന്ന ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച നാദാപുരം സ്വദേശി ശ്രീ ദാവൂദാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം ഇന്ന് 4ഓളം ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സ്ഥാപനം ദുബായിൽ നടത്തുകയാണ്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ, ആ ജീവിത വിജയത്തിൽ കഠിനാധ്വാനത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ ഒരു ഗന്ധമുണ്ട്. ആ ഒരു ജീവിത ശൈലിയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഈ ജീവിതയാത്ര സഫലമായത് എങ്ങനെയാണെന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സഫലമീ യാത്ര. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പ് ശ്രീ ദാവൂദിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നാദാപുരമാണ് ജന്മദേശം. നാദാപുരത്ത് എവിടെയാണ്? നാദാപുരം ഉൾപ്രദേശമായ ഗ്രാമം കുമ്മങ്കോട് എന്ന് പറയും. കുമ്മങ്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെയാണ് ജനിച്ചത്. അവിടെയാണ് ജനിച്ചത്. പിതാവ് സാധാരണ ഒരു സാധാരണക്കാരൻ, പ്രത്യേകിച്ച് ജോലി കർഷകൻ എന്ന് പറയാം. അതെ അതെ. കൃഷിയെ സ്നേഹിക്കുന്ന അന്ന് കുറേ വരുമാനമായി കണ്ട് ജീവിക്കുന്ന ഒരാളുടെ മകനായിരുന്നു. പേര്? എൻ്റെ പേര് അബ്ദുറഹ്മാൻ. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 7ാമത്തെ മകനാണ്. മൊത്തം കുടുംബത്തിൽ അംഗങ്ങൾ? മൊത്തം 9 മക്കൾ, വാപ്പ അമ്മ. സ്കൂൾ വിദ്യാഭ്യാസം നാദാപുരത്ത് തന്നെയായിരുന്നു? നാദാപുരത്ത് തന്നെയാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് പോകുന്നത് അറബിക്കാണ്? അറബിക്കാണ്. RSA സ്കൂൾ കഴിഞ്ഞ് പിന്നെ അറബിക്കാണ് പോയത്. മലപ്പുറം മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ. അറബിക് കോളേജിൻ്റെ സിറ്റുവേഷനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അറബിക് കോളേജ് ഒരു ഇസ്ലാമിക് സ്റ്റഡി ആഗ്രഹമുള്ളത് കൊണ്ട് അങ്ങനെ അറബിക് മേഖലയിലേക്ക് പോയത്. ഒരുപക്ഷെ ആ അറബിക് കോളേജിലാണ് ശരിക്കും ഒരു ദാവൂദ് എന്ന വ്യക്തിയെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തത്. തീർച്ചയായിട്ടും. അവിടുത്തെ ആ വിദ്യാഭ്യാസ ശൈലി നമുക്കൊരു ഐഡന്റിറ്റി തന്നു. തീർച്ചയായിട്ടും നമുക്കൊരു കാഴ്ചപ്പാട് തന്നു. ആദ്യം നമുക്കൊരു കാഴ്ചപ്പാട് തന്നു, ഒരു നിലപാട് തന്നു. അപ്പോഴാണ് നമുക്ക് നമ്മളാകുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ദുനിയാവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും പഠിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ വിദ്യാഭ്യാസ സമയത്തുള്ള എൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസം നേടി ഒരു ജോലി നേടുക എന്നായിരുന്നില്ല. മറിച്ച് വിദ്യാഭ്യാസം എന്നിൽ എന്താണോ ഉണ്ടാക്കേണ്ടത് ആ ഒരു നന്മ എന്നിൽ ഉണ്ടാക്കണം. അത് തീർച്ചയായും അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസമാകട്ടെ. അപ്പോൾ തീർച്ചയായും വഴിതെറ്റാനുള്ള ഒരു സാധ്യതയുമില്ല. ശരിക്കും അത് വലിയൊരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ആത്മീയമായ വിദ്യാഭ്യാസം മനുഷ്യൻ്റെ നന്മയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും. ശരിക്കും ഒരു മനുഷ്യൻ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇന്ന് ഇല്ലാതെ പോയ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ വിദ്യാഭ്യാസം അത്യാവശ്യ ഘടകം തന്നെയാണ്. തീർച്ചയായും. ഇന്ന് ആത്മീയമായ വിദ്യാഭ്യാസം കൂടുതൽ കൊടുക്കേണ്ട സമയമാണ്. എന്തെല്ലാം വിവാദങ്ങളുണ്ടെങ്കിലും അത് കൂടുതൽ കൊടുക്കുമ്പോഴാണ് മനുഷ്യന് തിരിച്ചറിയുന്നത്. അല്ല, ഇന്ന് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയ വിദ്യാഭ്യാസം കുറഞ്ഞു വന്നതിൻ്റെ കാരണം തന്നെയാണ്. യഥാർത്ഥ രൂപത്തിലുള്ള ആത്മീയ വിദ്യാഭ്യാസം കുറഞ്ഞു വന്നതിൻ്റെ കാരണം യഥാർത്ഥ രൂപത്തിലുള്ള അതാണ്. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം യഥാർത്ഥ സോഴ്സിൽ നിന്ന് വേണം പഠിക്കേണ്ടത്, എന്തും പഠിക്കാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്.
തീർച്ചയായിട്ടും താരതമ്യം ചെയ്ത് പഠിച്ചിട്ട് വേണം ശരി തെറ്റുകൾ നമുക്ക് കേട്ട് കേൾവിയോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതോ ആണ് ശരി എന്നതിനപ്പുറം താരതമ്യം ചെയ്ത് നമ്മുടെ ശരി തെറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്ത് വാദങ്ങളും ശരിയും തെറ്റും തമ്മിൽ പരസ്പരം മാറ്റുരച്ചുകൊണ്ട് വേണം ശരി മനസ്സിലാക്കാൻ. ആ ശരി എപ്പോഴാണ് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് ദൃഢബോധമാണ് ശരിയാണ് എന്ന്. അപ്പോഴേ നമുക്കത് ഉച്ചത്തിൽ പറയാൻ പോലും കഴിയും. ഒരാൾ നമ്മളെടുത്ത് വിളിച്ച് പറയുന്നത് ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോധ്യമാവില്ല. അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതുണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളിൽ തറക്കണം. തീർച്ചയായിട്ടും ശരിയുടെ സ്രോതസ് എവിടെയാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഉള്ളിൽ തറക്കുള്ളൂ. ശരിക്കും അവിടെ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അറബിക് അധ്യാപകനായി എത്ര വർഷം നാട്ടിൽ ജോലി ചെയ്തു? 2006 മുതൽ 2012 വരെ അറബിക് അധ്യാപകൻ. അവിടെ നിന്ന് പിന്നെ തീരുമാനിച്ചു ഒരു ഗൾഫ് ജീവിതം, ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് ഗൾഫിലേക്ക് വരിക. സത്യത്തിൽ എനിക്കൊരു ഒഴുക്കായിരുന്നു എൻ്റെ അധ്യാപക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ. കോളേജ് കഴിഞ്ഞ് വന്നു, പിന്നെ ഒരാഗ്രഹം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസൃതമായ ഒരു കോളേജ്, ഒരു സ്കൂള്, അത്തരം ഒരു ക്ലൈമറ്റ്, ഒരു കൾച്ചറൽ സിറ്റുവേഷൻ ഉണ്ടാകൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എനിക്ക് ശേഷമുള്ള തലമുറയോ ആരും ആ ഒരു രൂപത്തിലല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലരും പല രൂപത്തിൽ പഠിച്ചു വരികയാണിപ്പോൾ. ശരിക്കും ഈ ശരിയായ രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ട്രാക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ഞങ്ങളൊരു കൂട്ടായ്മ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ഇന്നിവിടെ 600 ചില കുട്ടികൾ പഠിക്കുന്നുണ്ട്. ജാമിയ അൽ ഫുർഖാൻ എന്ന് പറയും, കോഴിക്കോടാണ്. നാദാപുരത്തിൻ്റെ മറ്റൊരു ഗ്രാമപ്രദേശമായ കക്കംപള്ളി എന്ന് പറയും. 3 ഏക്കർ സ്ഥലത്ത് അറബിക് കോളേജ്, പിന്നെ ചെറിയ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് നൽകാൻ സാധിച്ചു. തീർച്ചയായിട്ടും അറബിക് വിദ്യാഭ്യാസത്തിലൂടെ ഒരു നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആഗ്രഹിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് മാറി വരുന്നു. എങ്ങനെ സംഭവിച്ചു? ഇല്ല, അതൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയേണ്ടതില്ല. നമ്മളെ പ്രതിസന്ധിയാണ് നമ്മളെ പ്രവാസിയാക്കുന്നത്. ജീവിതത്തിലെ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മളെ പലപ്പോഴും പ്രവാസിയാക്കുന്നത്. ഒരു കാലത്തും പ്രവാസിയാകില്ല എന്ന് തീരുമാനിച്ചിട്ട് അധ്യാപക വൃത്തിയിലും നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും മുഴുകി ജീവിച്ചതാണ് 6 വർഷം. ആ സമയത്തും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എൻ്റെ വിദ്യാർത്ഥികളോടും നമ്മളെ ഗൾഫ് ജീവിതം എന്നത് നമ്മൾ സ്വപ്നം കാണരുത് എന്ന്. പക്ഷേ അവസാന ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നാട്ടിലെ സാമ്പത്തിക സിറ്റുവേഷൻ, പ്രത്യേകിച്ച് നാദാപുരം പൊതുവെ സാമ്പത്തികമായ ഒരു ഉയർന്ന നിലവാരമാണ്. ആ സമൂഹത്തിൽ ആ നിലവാരത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക സോഴ്സ് കണ്ടേ മതിയാവുള്ളൂ. അവസാന ഘട്ടത്തിൽ ഞാനും എൻ്റെ ജോലി ചെയ്യുന്ന കമ്മിറ്റിയോട് പറയേണ്ടി വന്നു, ഞാനും പോവുകയാണ് ഗൾഫിലേക്ക്. ഇനിയും ഞാൻ വൈകിയാൽ ഗൾഫിലും എനിക്ക് സീറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ പോകണം. ഖത്തറിലേക്കാണ് ആദ്യമായിട്ട് ഖത്തറിലേക്ക് 3 മാസം ഖത്തറിൽ പോയി CV-യും കൊണ്ട് തിരിഞ്ഞു. എല്ലാ മേഖലയിലും ഒരുപാട് ജോലികൾ കിട്ടും. എല്ലാ ജോലിക്കും 2-3 പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ ലീവ് തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ നമ്മൾ പോയി ജീവിച്ചാൽ വെറും സാമ്പത്തികം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ പിന്മാറി. അപ്പോൾ ശരിക്കും ഖത്തറിലെ ഒരു പരാജയമായിരുന്നു. കാരണം 3 മാസം ജോലി അന്വേഷിച്ചിട്ട് തൃപ്തിയില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അതെ തീർച്ചയായിട്ടും. വീണ്ടും കാരണം എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരുടെയും സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച ദുബായിലേക്ക് വീണ്ടും ഒരു യാത്ര. പക്ഷേ അപ്പോഴേ എൻ്റെ മനസ്സിൽ ദുബായ് ആയിരുന്നു നല്ലതാണ്. കാരണം ഞാൻ ബഹ്റൈനിൽ പോയി, പിന്നെ സൗദിയിൽ പോയി. അതൊക്കെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഞാൻ കണ്ട സിറ്റുവേഷൻ അല്ല ദുബായിലെ സിറ്റുവേഷൻ. ദുബായ് പൊതുവേ ജനങ്ങളും ദുബായിലെ ജീവിതം എനിക്കൊരു നാടിൻ്റെ സിറ്റുവേഷൻ തരും. നാട്ടുകാരുടെ ആധിക്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാരുടെ സ്നേഹം കൊണ്ടായിരിക്കാം. നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ്. കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിൽ എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ദുബായിൽ എൻ്റെ കുടുംബവും കാര്യമൊക്കെ ഉണ്ട്. നല്ല ബന്ധപ്പെട്ടവരായിട്ടൊക്കെ ബിസിനസ് നടത്തിയാൽ ചിലപ്പോൾ കുറച്ചും കൂടി അറിഞ്ഞുകൂടാത്ത ആളുകളായിട്ടാണ് ബിസിനസ് നല്ലത്. ഖത്തറിൽ പിന്നെ ദുബൈയിലുള്ളതൊക്കെ കഫ്റ്റേരിയ ആണല്ലോ. ആളുകളൊക്കെ തരുന്ന ആളുകൾ കഫ്റ്റേരിയ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്തേക്ക് തന്നെയാണ് ഞാൻ പോവുക ദുബൈയിലേക്ക് എത്തിയാൽ. അപ്പോൾ അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഖത്തറിലേക്ക് പോയത്. പക്ഷേ ഖത്തർ പരാജയപ്പെട്ടു. പോകുന്ന പോക്കിൽ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഏതായാലും ഒന്നും കൂടി ദുബൈയിൽ ടച്ച് ചെയ്തിട്ട് പോകാം 10 ദിവസത്തേക്ക്. അങ്ങനെ ഇവിടെ ഒരു ബസ് ആയിട്ട് പോകുന്ന പോക്കിൽ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ആ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വളരെ സ്നേഹമുള്ള കുറേ ആളുകളുണ്ട്. പലരോടും നമുക്ക് സുഹൃത്തുക്കളുണ്ട്,
നല്ല ആ ബന്ധങ്ങളും അവരുടെ പിന്നെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളുമാണ് എന്നെ ഇങ്ങനെ ജോലിയിലേക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഡയറക്റ്റ് ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് എന്ന സർവീസസ് സോഴ്സസിലേക്ക് കൊണ്ടെത്തിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക്, കാരണം തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു പ്രസ്ഥാനം ആവശ്യമാണ്, ഒരു ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സെൻറ്റർ ആവശ്യമാണ് ഏതൊരു വ്യക്തിക്കും. ഇപ്പോൾ ഒരു ലേബർ മുതൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്കും ഒരു പേപ്പർ വർക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് താങ്കൾ നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? സാധാരണ എല്ലാവരും അന്വേഷിക്കുന്നവർ ജോലി അന്വേഷിച്ചു, ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ബന്ധങ്ങളുള്ള നല്ല സുഹൃത്തുക്കളുള്ളത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോഴാണ് എൻ്റെ പിന്നെ നാട്ടിലുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ഇവിടെയുള്ള ഷോപ്പ്, കാസിംക എന്ന് പറയും, അദ്ദേഹം എനിക്ക് ഷോപ്പ് തന്നു. നീ ബിസിനസ് നടത്തിക്കോ, പിന്നെ ഒരു കണ്ടീഷനിൽ ബിസിനസ് നടത്താൻ വേണ്ടി എനിക്ക് തന്നു. ആ എൻ്റെ മുതലാളിയുമായിട്ട് ചേർന്ന് തന്നെ ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ ആദ്യമായി തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂ ലിങ്ക് എന്നാണ്. ന്യൂ ലിങ്ക്. പിന്നീട് സ്ഥാപനം പിന്നെ മുതലാളിയൊക്കെ പാർട്ണർഷിപ്പൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോൾ അതിൻ്റെ പേര് മാറ്റി അൽത്തവാഫിക് എന്നാക്കി. അപ്പോൾ ഞാനത് അവിടെ ഒരു സാധാരണ ജോലിക്കാരനെ പോലെ തന്നെ ചെറിയ പാർട്ണർഷിപ്പിൽ ആരംഭിക്കുകയാണ് ഞങ്ങളത്. അങ്ങനെ ആരംഭിച്ച് അത് വളർന്നപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് തുടങ്ങി, പിന്നീട് ഡയറക്റ്റിൻ്റെ ബ്രാഞ്ച് തുടങ്ങി, റാഷിദിയ തുടങ്ങി, നാലാമത്തെ അഞ്ചാമത്തെ DIP-യിലൊന്നുണ്ട്. DIP-യിൽ ഡയറക്റ്റിൻ്റെ ബ്രാഞ്ചാണ്, അതേ പേരിൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് 4 സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപാരമായ അനുഗ്രഹം. തീർച്ചയായിട്ടും അതൊന്നും കൊണ്ട് മാത്രമാണ്. ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് താങ്കൾ ചെയ്യുന്നത്? A to Z. ഇന്ന് എനിക്ക് ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങണമെന്ന് എന്നൊരാൾ പറഞ്ഞാൽ ബിസിനസ് തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അവരുടെ സപ്പോർട്ട് ആവശ്യമാണ്, അവരുടെ സൈന്, അവരുടെ കാര്യങ്ങൾ മാത്രം മതി. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ഓഫീസ് കണ്ടെത്തുന്നത് മുതൽ സ്പോൺസർഷിപ്പ് മുതൽ അവരുടെ വർക്കുകൾ, വിസ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. PRO വർക്കുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പേഴ്സ് ഉണ്ട്. ശരിക്കും ദുബായ് പോലുള്ളൊരു പ്ലേസിൽ, കാരണം ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് വന്ന് സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഒരു ബെസ്റ്റ് ഹബ്ബാണ് ദുബായ്. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി ഒട്ടനവധി വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നു, താങ്കളുടെ ഒരുപാട് ഇൻട്രാക്ഷൻസ്, കോണ്ടാക്ട്സ്. അപ്പോൾ അവർക്ക് ഒരു സേഫായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ താങ്കൾ വന്ന് ആദ്യമായി സമീപിക്കുമ്പോൾ എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? ആദ്യമായിട്ട് സമീപിക്കുമ്പോൾ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. അവർക്ക് എന്ത് ബിസിനസ്സാണ് എന്ന് നോക്കും. പല കമ്പനികളുമാണ്, പല ബിസിനസ്സാണ്, ലൈസൻസ് തന്നെ പല തരത്തിലാണ്, അപ്പോൾ ഏത് രൂപത്തിലാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കും. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള വലിയ മനസ്സുള്ള, വിശാല മനസ്സുള്ള ഒരു സമൂഹമാണ് അറബ് സമൂഹം. ഇന്നത് തീർച്ചയായിട്ടും ഊന്നിപ്പറയേണ്ട കേസാണിത്. നമ്മുടെ നാടിനേക്കാളും ഈ നാട്ടിലാണ് ശരിക്കും സഹവർത്തിത്വം, ബഹുസ്വരത ഒക്കെ കാണാൻ കഴിയുന്നത്. ശരിക്കും പ്രാക്ടിക്കലായിട്ട് പറയലും പ്രസംഗവുമല്ല. ഏത് നാട്ടിലുള്ളവർക്കും ഏത് ഭാഷയിലുള്ളവർക്കും ഏത് മതക്കാരനിക്കും ഒരേ കിടക്കയിൽ ഒരേ റൂമിൽ കിടക്കാനും സഹവസിക്കാനും കഴിയുന്ന ഒരു ബഹുസ്വരത ഈ നാട്ടിൽ നമ്മളൊക്കെ കാണുകയാണ്. അത് നമ്മുടെ നാട്ടിൽ ബഹുസ്വരത വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഇവിടെ ബഹുസ്വരത പ്രാക്ടിക്കലാണ്. തീർച്ചയായിട്ടും ഇവിടെ കുറ്റവും കുറവും പറയാൻ ഒന്നുമില്ല. ഈ ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ എല്ലാം ഷെയ്ഖ് മുഹമ്മദിൻ്റെ സന്ദേശം തന്നെ എന്താണ്? ജനങ്ങളെ സന്തോഷിപ്പിക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അറബ് സമൂഹത്തിൽ നിന്ന് പഠിക്കാൻ പാഠങ്ങളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷമോ വെറുപ്പോ അസൂയയോ ഒന്നുമില്ലാത്തൊരു സമൂഹം. ദേഷ്യം വന്നാൽ പോലും വളരെ കുറഞ്ഞ സമയത്ത്. അതൊക്കെ ചിലപ്പോൾ ദാവൂദിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒട്ടനവധി കേസ്, കാരണം ഒരുപാട് അറബ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അറബ് ജനതയിൽ തന്നെ ഈ ഇമാറാത്തികൾക്കുള്ള പ്രത്യേക അവരുടെ അടിസ്ഥാന തത്വം മൻ തവാലില്ല റഫ, നമ്മൾ എത്ര വിനയം കാണിക്കുന്നോ നമ്മൾ ഉയരും എന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്. അതാണ് അവരുടെ അടിസ്ഥാനപരമായ കാര്യമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു അറബിക് അധ്യാപകനായിരുന്ന താങ്കൾക്ക് ഇതുപോലെ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ആ വിദ്യാഭ്യാസം ഇപ്പോൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഉറപ്പല്ലേ?
ആ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസത്തെ ഒരു ബിസിനസ്സിന് വേണ്ടി ആയിരുന്നില്ല വിദ്യാഭ്യാസമെങ്കിലും ആ അറബിക് വിദ്യാഭ്യാസമാണ് എനിക്ക് ഒരു ടൈപ്പിംഗ് സെൻറ്റർ അഥവാ ഡോക്യുമെൻറ്റ് ക്ലിയറിംഗ് എന്ന രൂപത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്. തീർച്ചയായിട്ടും ഇവിടെ അറബിയാണ്, അറബിക് ഡോക്യുമെൻറ്റ്സ് ആണ്, അതിനൊക്കെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന ഒരു പേടി ഉണ്ടാകുമ്പോഴും എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും എൻ്റെ അറബിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കടന്നു പോകാൻ എനിക്ക് കഴിയും. ഈ ദുബായിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ദുബായിയുടെ വളർച്ചയും വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്. ദാവൂദിൻ്റെ വളർച്ചയും നോക്കുമ്പോൾ തീർച്ചയായും വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്. അപ്പോൾ തുടക്ക സമയത്തും നമ്മൾ ആ എംപ്ലോയീസിൻ്റെ ഒരു വലിയ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇല്ല, എംപ്ലോയീസാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു വിഷൻ ഉണ്ടായി, നമ്മളൊരു ഷോപ്പ് തുറന്ന് നമ്മൾ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ബിസിനസ് പരാജയപ്പെട്ടു. എംപ്ലോയീസ് നമ്മളെക്കാളും ഹാർഡ് വർക്കാണ്, നമ്മളെക്കാളും ഡെഡിക്കേറ്റഡ് ആണ്. പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ട നമ്മളെ എംപ്ലോയീസിനെ കുറിച്ച് നമുക്ക് അവർ അത്ര ഡെഡിക്കേറ്റഡ് ആണ്. അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ വിജയം. തീർച്ചയായും എൻ്റെ സുഹൃത്ത് ഷമീർ കോഴിക്കോട്, ഇത് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ജാസിബ്, ഇത് ജസീൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇത് ജസ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസ്യതയും വാക്കുമാണ്, സത്യസന്ധതയും. പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് എന്ന പ്രസ്ഥാനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ 100% നീതി പുലർത്തേണ്ട കാര്യവും ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴാണ് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ആ ഒരു സംതൃപ്തി ഇല്ലാതെ, അവരുടെ ആ തൃപ്തി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, കഴിയില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞങ്ങൾ പലപ്പോഴും സ്റ്റാഫ് മാത്രമായിട്ട് ആലോചിക്കുമ്പോൾ പറയാം, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് അടുത്ത കാലത്തായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ചെറിയ ചെറിയ ടൈപ്പിംഗ് സെൻറ്ററുകൾക്കൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങൾക്ക് ആ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നതാണ് നമ്മളുടെ വിശ്വാസം. ഇന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടുത്തെ ദുബായിലെ നിയമങ്ങൾ വളരെ ട്രാൻസ്പെറൻസിയാണ്. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ ഈ ദുബായിയുടെ നിയമത്തെ തീർച്ചയായും താങ്കൾക്ക് ഒരു മനഃപ്പാഠമാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് മിനിസ്ട്രിയിലും എക്കണോമിക്കിലും നമുക്ക് നമ്മുടെ പേപ്പേഴ്സ് വർക്ക് മൂവ് ചെയ്യിക്കാനായിട്ട്. രാവിലെ വന്ന് സിസ്റ്റം ഓണാക്കിയാലാണ് മനസ്സിലാക്കുക, അത് മാറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് തിരിച്ചാണ്. ആരാണോ ഫസ്റ്റ് ഓപ്പൺ അപ്പോഴേക്ക് സിസ്റ്റത്തിൽ വന്നിരിക്കും, ഇന്ന് മുതൽ നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കണം, ഇൻഫോം ചെയ്യണം. നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായും സ്വാധീനിച്ചിട്ടുള്ളത്? ഉപ്പയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ശരിയുടെയും കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. ഈ നിലപാടിൻ്റെ കാര്യത്തിൽ ഞാൻ ചെറുപ്പം മുതലേ വാപ്പാനെ കാണുന്നത്. വാപ്പ എടുക്കുന്ന നിലപാടുകൾ അതെത്ര പ്രതിസന്ധികളുണ്ടായാലും ശരിയായൊരു നിലപാടാണ് വാപ്പ എടുക്കുക. അത് പ്രത്യക്ഷത്തിൽ അത് ശരിയല്ല എന്ന് തോന്നിയാലും കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും അത് ശരിയായിരിക്കും. ആ രൂപത്തിലൊരു നിലപാടുകൾ ഉപ്പ ഉറച്ചു നിൽക്കും. അതെത്ര പ്രതിസന്ധി മുമ്പിലുണ്ടായാലും ഉപ്പ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും, ഉപ്പ പറഞ്ഞ കാര്യത്തിൽ ഉപ്പ ഉറച്ചു നിൽക്കും. അത് സത്യസന്ധതയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഉമ്മ എത്രത്തോളം ചോദിക്കേണ്ടതില്ലല്ലോ. നമുക്ക് ഉമ്മ എന്ന് പറയുന്നത് നിരക്ഷരയാണ്. ഉമ്മ അക്ഷരം പഠിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ അക്ഷരം പഠിക്കൽ പാടില്ലായിരുന്നു. ഉമ്മയുടെ പിതാവ് വലിയൊരു പണ്ഡിതനാണ്, നാദാപുരത്ത് അറിയപ്പെടുന്ന അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്താ അറിയില്ല, അക്ഷരം പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് പത്രം വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ സാക്ഷരതാ പരിപാടിയൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു എന്നല്ലാതെ. അപ്പോൾ എങ്കിലും അക്ഷരം പഠിക്കാത്ത ഉമ്മാക്ക് പൊതു വിഷയങ്ങളിലുണ്ടാകുന്ന ജ്ഞാനവും നമുക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ, നമുക്ക് കുറേ സൈക്കോളജി വേറെ പഠിച്ചു, മറ്റ് പാരൻറ്റിങ് വേറെ പഠിച്ചു, എന്നിട്ട് വേണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ. ഇതൊന്നുമില്ലാതെ
ഉമ്മയൊക്കെ വളരെ ഏറ്റവും നല്ല ട്രെയിനിങ് നൽകി നമ്മളൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ തറവാട്ടിലാണ് ഉപ്പയും ഉമ്മയും ഇപ്പം തറവാട്ടിലാണ്. സന്തോഷമായിട്ട് കഴിയുന്നു. അൽഹംദുലില്ലാ സന്തോഷമായിട്ട് കഴിയുന്നു. മറ്റ് സഹോദരങ്ങളൊക്കെ എൻ്റെ ഒരാൾ പേരോട് സ്കൂളാണ് ജ്യേഷ്ഠൻ. അദ്ദേഹം ഉള്ളത് കൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഒരു ജ്യേഷ്ഠൻ തൊട്ടപ്പുറം തന്നെയുള്ള LP സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹവും വീടിനടുത്തുള്ള സ്വന്തമായി വീട് കൂടിയിട്ടുണ്ടെങ്കിലും അടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ എൻ്റെ അനുജൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു, നാട്ടിലുണ്ട്. ദാവൂദ് വിവാഹം കഴിച്ചിരിക്കുന്നത് നാദാപുരത്തുനിന്നാണ്? അല്ല, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂർ കടവത്തൂർ എന്ന് പറയും. കടവത്തൂർ. പാനൂരിനടുത്ത്. വൈഫിൻ്റെ പേര് മുബീന. കുട്ടികൾ? 2 കുട്ടികളുണ്ട്. ഒരാൾ റഷ്ദാൻ, മറ്റേ ചെറുത് ഹംദാൻ. റഷ്ദാൻ ഇവിടെ NI മോഡൽ സ്കൂൾ പഠിക്കുന്നതാണ്. വളരെ സന്തോഷമായ ഒരു കുടുംബ ജീവിതവും ദാവൂദിൻ്റെ ഈ ജീവിത വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. സത്യമാണ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെയായിരുന്നു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ പിന്തുണ ആരെയും പോലെ തന്നെയും കുടുംബം എന്ന് പറയുന്നതിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചത് എങ്ങനെയാണോ ഒരു കുടുംബം ആരംഭിക്കുമ്പോൾ എൻ്റെ വൈഫ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ഓരോരുത്തരും. ഒരു പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിൽ 100% ശരിയായ, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭാര്യയെ ലഭിച്ചു എന്നതാണ് അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സംഭവം. എന്നും സന്തോഷമല്ലാതൊന്നുമില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലമാണ്. തീർച്ചയായും പർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു ടൈം ബോണ്ടില്ലാതെ നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം ഡോക്യുമെൻറ്റ്സ് ക്ലിയറിങ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നാട്ടിൽ കുറച്ചൊക്കെ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എത്ര വൈകിയാലും അതിനെ സഫർ ചെയ്യാൻ കഴിയുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവളിൽ ആദ്യമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അവൾ ഒരു ടീച്ചറാണ് ഇവിടെ തന്നെയും ചെറുതായിട്ട്. അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് കുടുംബകാര്യങ്ങളിലൊക്കെ അവൾ വേണ്ടത്ര കൈകാര്യം ചെയ്തോളും. ഇവിടെ ദാവൂദ് നേരത്തെ പറഞ്ഞു എല്ലാത്തിനും പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ്, സ്നേഹബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ദാവൂദ് എന്ന് പറയുന്ന വ്യക്തി ഈ ദുബായിൽ വരില്ലായിരുന്നു. ആ സ്നേഹബന്ധത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ ആണ് ദാവൂദ് എന്ന വ്യക്തിക്ക് ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു മോൾഡ് ചെയ്ത് മാറ്റിയത് നമ്മളെ. ആ ബന്ധങ്ങളുടെ ആ ഒരു വളരെ ആഴം എത്ര. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഞങ്ങളൊരു വിശ്വാസപരമായ ഒരു കുറച്ചൊക്കെ സമൂഹത്തിലൊരു പുരോഗമന വിഭാഗം എന്ന് പറയും നമ്മൾ. ആ ഒരു പുരോഗമന വിഭാഗം പൊതുവെ പാരമ്പര്യ സമൂഹവുമായിട്ട് ചിലപ്പോൾ യോജിച്ച് പോകണമെന്നില്ല. അപ്പം അത്തരം പുരോഗമന വിഭാഗവുമായിട്ടായിരുന്നു എൻ്റെ ബന്ധങ്ങൾ. ആ ഒരു ബന്ധത്തിനൊരു വിശ്വാസപരമായ ഒരു ഐക്യവും ഒരു സ്നേഹവും കുറച്ച് കൂടുതലാണ്. ഒറ്റപ്പെട്ടവർ ഒന്നിക്കുമ്പോഴുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമൂഹത്തിൽ കുറച്ചൊക്കെ ഒറ്റപ്പെട്ടു പോകും ആദ്യം. അപ്പോൾ പിന്നെ കാരണം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ ശരിയാണ് എന്ന് 100% നമുക്ക് ശരിയാണെങ്കിൽ തോന്നുന്ന ദൃഢമായ വിശ്വാസമുള്ള സമയത്ത് തെറ്റായ ഒരു സംഗതി നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല. ചിലപ്പോൾ എൻ്റെ ശരിയാണ് എൻ്റെ ശരിയെങ്കിലും എനിക്കത് 100% ദൃഢമാണെങ്കിൽ മറ്റൊരു തെറ്റിന് നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മളെ മനസ്സുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും അതിനെ അംഗീകരിക്കാൻ കഴിയും. 2 തരത്തിലല്ലേ പിന്നെ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മളെ എല്ലാം ഒരേ ദിശയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്നേഹബന്ധങ്ങൾ, അതും ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ സപ്പോർട്ട്, അതാണ് നമ്മളുടെ കരുത്ത്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നു ഇപ്പോൾ എന്ത് തോന്നുന്നു? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടാകുന്ന സോഷ്യൽ പ്രവർത്തനങ്ങൾ, ഇന്നുണ്ടാകുന്ന ദുഃഖവും അതാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്കുകൾ, അത്തരം ഒരു കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനുള്ള സമയമില്ല. നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കിലാണ് നമ്മൾ. ആ ഒരു പ്രവർത്തനത്തിലേക്ക് മുഴുകിയിരുന്ന ഒരാൾക്ക് പൂർണ്ണമായും അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു വേദന ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് അദ്ദേഹം ബുക്ക് ഫെയർ ഉണ്ട് ഇവിടെ, അപ്പം കുറേ പുസ്തകങ്ങൾ വാങ്ങി നമ്മുടെ ലൈബ്രറി സമ്പന്നമാക്കണം. അപ്പോൾ അദ്ദേഹം ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങി, അദ്ദേഹത്തെ വൈകിയത് പറഞ്ഞ കൊണ്ടാണ് അദ്ദേഹം എയർപോർട്ടിൽ സ്വീകരിച്ചു. നാളെ മുതൽ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മടക്കവും എൻ്റെ സ്ഥാപനത്തിലേക്കാണ് എന്ന രൂപത്തിലാണ് എൻ്റെ മനസ്സെപ്പോഴും. തീർച്ചയായും നമ്മൾ തിരിച്ചൊരു പോക്കുണ്ടെങ്കിൽ അത് എൻ്റെ സ്ഥാപനത്തിലേക്കാണ് എന്നുള്ള ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് സാധ്യമാകും, ഉറപ്പാണ്. അത് ആഗ്രഹിച്ചതൊക്കെ ജീവിതത്തിൽ ഇതുവരെയും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതും സാധ്യമാകും എന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്.
നമ്മൾ ഈ ടൈറ്റിലിൽ പറയുന്ന ഒരു സഫലമീ യാത്ര, ഇതുവരെ ഈ യാത്ര സഫലമാണ്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ. 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 ഇനി മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് സഫലമാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം. വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.